ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് ജനറൽ സർവീസും അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് വെട്ടക്കുറവ്, വാട്ടർ സർവീസ്, ഈ 3 വർക്കുകളാണ് നമുക്ക് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഭാഗം എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്കത് ഇവിടെ ഈ ഓയിൽ സീൽ ലീക്കായിട്ട് മൊത്തം ഓയിൽ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഈ സൈഡ് ബെൽറ്റ് ഡ്രൈവാണ് നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടികൾ വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് ഓയിൽ വരാൻ പാടില്ല. ഇപ്പം നിലവിൽ ഈ ഓയിൽ സീലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഇവിടെ ഓയിൽ മൊത്തം ഈ സൈഡിലേക്ക് ആയിട്ടുണ്ട്. ആരംഭമാണ്, കൈയോടെ നമുക്ക് ആ ഓയിൽ സീലൊന്ന് മാറ്റി കളഞ്ഞേക്കാം. കാരണം ബെൽറ്റ് മേക്കൊന്നും ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരംഭത്തിലാണ്. ആരംഭത്തിൽ തന്നെ നമ്മൾ കണ്ടതുകൊണ്ട് നമുക്കത് കൈയോടെ ഓയിൽ സീൽ മാറ്റി ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റാണ് കിടക്കണത്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാൽ പോലും നമുക്കിപ്പോൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നുമില്ല. ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതടങ്ങണ ഒരു യൂണിറ്റാണത്. നിലവിൽ ഈ റോളർ സെറ്റിനൊക്കെ ചെറിയ തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇച്ചിരി കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിരുത്തി ഇപ്പോൾ മാറ്റമൊന്നും വേണ്ട. നമ്മൾ ഓരോ സർവീസിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ ചെക്ക് ചെയ്യും. പരമാവധി ഉപയോഗിക്കുക, ലാസ്റ്റ് എൻഡായിട്ട് മാറ്റി കളഞ്ഞാൽ മതി. കാരണം വെച്ചാൽ എന്തായാലും നമുക്ക് പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ്, ക്ലച്ച് ഷൂ അടക്കം വരുന്ന യൂണിറ്റാണത്. അതിൻ്റെ ആയാലും പെർഫോമൻസ് ഐറ്റം കിടക്കുന്നത് ഇത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ക്ലച്ച് ഷൂ ആണ്. പക്ഷെ എന്നാൽ പോലും ഡ്യൂപ്ലിക്കേറ്റ് ക്ലച്ച് ഷൂൻ്റെ പ്രത്യേകത ഈ സാഡ് എല്ലാ ഭാഗവും പിടിക്കില്ല. ഇതുണ്ടോ, അതാണ് മെയിനായിട്ട് എൻ്റെ റീസൺ. ശരിക്കും നമുക്കൊന്ന് സാൻഡ് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പരമാവധി ഉപയോഗിക്കുക, എന്തായാലും മേടിച്ചാണല്ലേ. കാരണം ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ക്ലച്ച് ഷൂ കമ്പനിയായിട്ടും മേടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ക്ലച്ചിന് വൈബ്രേഷൻ വരും. വണ്ടി നിർത്തിയിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് മൊത്തത്തിലൊരു ഷിവറിങ് അനുഭവപ്പെടും. അത് ഈ ക്ലച്ചിൻ്റെയാണ്. ആ ക്ലച്ചും വീലും തമ്മിലുള്ള ഈ ക്ലച്ച് ഷാഫ്റ്റും വീലും തമ്മിലുള്ള ആ കണക്ഷൻ കയറി വരുമ്പോഴാണ് മൊത്തത്തിൽ വണ്ടി ഒരു ജെർക്കിങ് കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ മെയിനായിട്ട്. കാരണം ക്ലച്ച് ഷൂ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് പിടിക്കില്ല, അതാണ് അതിൻ്റെ കാരണം കേട്ടോ. തൽക്കാലം അങ്ങനെ കിടക്കട്ടെ, മാക്സിമം ഉപയോഗിക്കുക, എന്നിട്ട് ചെയ്താൽ മതി. ബ്രേക്ക് നമുക്ക് ഈ തവണയോടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ഈ തവണയോടെ ഉപയോഗിക്കുക കേട്ടോ. ബാക്കിലത്തെ ടയർ ഏറെക്കുറെ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. സെൻറ്ററിൽ ഗ്രിപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി, മാക്സിമത്തിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വലിയ സ്പീഡൊക്കെ യൂസ് ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരുപാട് മഴയൊക്കെ വന്നേക്കാളും മുമ്പായിട്ട് ടയർ മാറ്റാനായിട്ട് നോക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തൽക്കാലം അങ്ങനെ ഇടുന്ന് ഓടാം, കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ മഴയൊക്കെ വരുമ്പോഴത്തേക്കും റോഡ് ഗ്രിപ്പൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കത് മാറ്റി കളയുന്നതാണ് സേഫ്. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഇവിടെയൊക്കെ ചെറിയൊരു നനവുണ്ട്, പക്ഷേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പഴിക്കണമെന്നില്ല. ചോക്കിൻ്റെ കേബിൾ, ഐസൊലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്ത് തുറന്നു, കുഴപ്പമൊന്നുമില്ല. ഐസൊലേറ്റർ കേബിളിൽ ഒരല്പം പ്ലേ കുറവുണ്ട്, പക്ഷേ എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ഈ ബുഷ് സെറ്റുകളുണ്ടല്ലോ, നമുക്ക് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാനാണ്. അതിൻ്റെ ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടാം. കാരണം ഇത് ഇപ്പോൾ തന്നെ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത സർവീസൊക്കെ എടുക്കില്ല. അതിക്ക് മുമ്പ് ഈ സംഭവം ചതഞ്ഞ് മൊത്തത്തിൽ ഈ ഷോക്കുമ്പോൾ ഒന്ന് അടിക്കാൻ തുടങ്ങും. അപ്പോൾ കൈയോടെ അതൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. കാരണം അതൊരു 100 രൂപ 103 രൂപ അങ്ങനെ എന്താണ് റേറ്റ് വരാം. ആ നഷ്ടം നോക്കണ്ട, അത് മാറ്റിയിടണമാണ് നല്ലത്. അതല്ലെങ്കിൽ ആ ഷോക്കടക്കം മൊത്തത്തിൽ പോകും. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നല്ല ലൈനറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക, അതൊക്കെയുള്ളൂ മെയിനായിട്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാൻ നല്ല ടയറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് 2024 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. വാറണ്ടി പീരീഡിലുള്ളതാണ്, എന്നാൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററിക്ക് കേട്ടോ. ബാറ്ററി ഞാനൊന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്, കംപ്ലയിൻസ് ഒന്നുമില്ല. പിന്നെ ശരിക്കും ഈ ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അത്യാവശ്യം ഈ മിൽക്കി വൈറ്റ് ബൾബാണ് ഇതുമ്പോൾ കിടക്കുന്നത്. പരമാവധി ഒരുവിധം കിട്ടാവുന്നതിൻ്റെ സാധാരണ ബൾബിനേക്കാൾ ഏകദേശം ഒരു 20% കൂടുതൽ കിട്ടുന്ന ബൾബാണ് ഇതെന്നുള്ളത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ശരിക്കും ഫേഡായിട്ടുണ്ട്, അതായത് കളറ് ഫേഡായിട്ടുണ്ട്. റിഫ്ലക്ടറിൻ്റെ ആ ഒരു പവറൊക്കെ കുറവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം പെട്ടെന്ന് കാണിക്കും. പിന്നെ നമുക്ക് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ് ഈ അസംബ്ലിയെ പടി മാറ്റിയിട്ട് വയ്ക്കുക. അപ്പോൾ മാറ്റുമെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളേക്കാളും കൂടുതൽ വെട്ടം നമുക്ക് കിട്ടും. അതാണ് പിന്നെ ചെയ്യാൻ പറ്റുക. അതല്ലാതെ കൊണ്ട് മാക്സിമം പവറിലേക്ക് ആക്കാൻ പറ്റിയിട്ടുള്ള സംവിധാനമില്ല. കാരണം നമുക്ക് എൻജിൻ്റെ ഡൈനാമോന്ന് പറഞ്ഞ പവറാണ് ഇതിനകത്ത് യൂസ് ചെയ്യുക. അതിന് കിട്ടുന്നതിൻ്റെ മാക്സിമം ഔട്ട്പുട്ടുള്ളതാണ് നമുക്കിപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് ആ ഹെഡ്ലൈറ്റ് മാറുന്നുണ്ട്. ഞാൻ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ മീറ്റർ ഗ്ലാസ് ഞാൻ ഉണ്ടോയെന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റിയിടാം. ഇത് വലിയ വിലയൊന്നുമില്ല, 100 രൂപ താഴെ ഉള്ളൂ. ഇതൊക്കെ ആകെ വെയിലത്തൊക്കെ ഇരുന്ന് ആകെ മുരിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ കൂട്ടത്തിൽ വേണമെങ്കിൽ മാറ്റിയിടാം. ഞാൻ ജസ്റ്റ് ഞാനൊരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്.
കുറച്ച് കരിയൊക്കെ ഉണ്ട്, എന്നാലും ക്ലീൻ ചെയ്തിടാം. സെക്കൻഡറി ഫിൽറ്ററൊക്കെ ഇത് മതി. എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു, നല്ല ഓയിലാണ്. നിസ്സാര മാറ്റിയിട്ട് നിസ്സാര ദിവസങ്ങളായിട്ടുള്ളൂ കേട്ടോ. സാധാരണ ഓയിലൊക്കെ നമുക്ക് അത് തന്നെ മതി. അപ്പോൾ നമുക്ക് ആ ക്രാങ്കിൻ്റെ സൈഡിൽ തന്നെ ഓയിൽ സീൽ മാറ്റാനുണ്ട്, ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തിടാനുണ്ട്. പിന്നെ ഉള്ളത് ഹെഡ്ലൈറ്റിൻ്റെയാണ്. ഹെഡ്ലൈറ്റും ആ മീറ്ററിൻ്റെ മീറ്റർ കേസും ഹെഡ്ലൈറ്റ് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിലുള്ള മീറ്റർ ഗ്ലാസ് കൂടി മാറ്റാം. ഞാൻ ഈ ഹെഡ്ലൈറ്റും മീറ്റർ ഗ്ലാസും അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ നമുക്ക് ഹെഡ്ലൈറ്റിന് വെട്ടം കൂട്ടാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ മാക്സിമം ആ രീതിയിൽ കൂടെ ചെയ്യാം. അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം. അത് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോ, അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടും. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.